സുമി. പിന്നെ ഇത് അല്ലെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് നമ്മുടെ നാടകത്തിലെ നായകനാണ്. നമസ്കാരം. 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 ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിമിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് സീരിയലൊക്കെ വിളിച്ചിട്ടുണ്ട്. ഈയിടയ്ക്ക് തന്നെ ജിത്തു ജോസഫ് വിളിച്ച് ഡേറ്റ് ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത്. പുള്ളിയുടെ വീട്ടിൽ കലണ്ടറില്ലേ? അതല്ല, പിന്നെ ഈ ദൃശ്യം 3 ഇറങ്ങുമല്ലോ, അപ്പൊ അതിനകത്തൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഓ, അതിനകത്ത് ഇപ്പൊ മോഹൻലാൽ കുഴിച്ചിടാൻ പോണത് തന്നെ ആയിരിക്കും. ചുമ്മാ അങ്ങനെ പറയുന്നു. ചുമ്മാ ഇരിക്കണം. അതെ, ഞാൻ പറഞ്ഞ പൈസയുടെ കാര്യം എന്തായി? പൈസയുടെ കാര്യം അത് പിന്നെ നിങ്ങളോട് ഞാൻ എന്താണ് പറഞ്ഞത്? റിഹേഴ്സലിൽ വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത്. നിങ്ങൾ അഡ്വാൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെന്ന് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞതല്ലേ? അങ്ങനെയാണെന്നല്ലേ? എന്നാ പോളെ. അതല്ല, ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങിപ്പോയി പോകല്ല. ഞാൻ പറയട്ടെ, എന്തായാലും ഇറങ്ങിയില്ലേ, ഇനി റിഹേഴ്സൽ കഴിഞ്ഞ് നാടകവും കഴിഞ്ഞ് എല്ലാം കൂടെ കൂട്ടി ശമ്പളം അങ്ങ് തരും. അതുപോലെ അല്ല, അത് പറഞ്ഞ പോലൊക്കെ നടക്കുമോ? നടക്കും, തീർച്ചയായും നടക്കും. നമ്മുടെ നാടകം നടക്കട്ടെ. തലവേദന കേസാണ് കേട്ടാ. ഒന്നാമത് പൈസയുടെ, രണ്ടാമത് ഈ നായിക ഇങ്ങനെയൊക്കെ വിളിച്ചോണ്ട് വന്ന് ഇത് എവിടെ കൊണ്ട് താമസിക്കുമെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഓരോരുത്തർ വിളിച്ച് വരുത്തുന്നത്. ചേട്ടൻ ഇൻസ്റ്റയിൽ റീലൊക്കെ ഇടുന്നല്ലേ? ഞാൻ കാണാറുണ്ട്. എന്താ വിളിച്ചത്? ചേട്ടൻ പേന താഴെപ്പോയില്ല. അല്ല, എന്റെ വീട്ടിൽ നിർത്താം, താമസ സൗകര്യം ഇതാവണ്ട, അമ്മയ്ക്കൊരു കൂട്ടാവുമല്ലോ. ആണോ? നിന്റെ അമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ കൊണ്ടുവന്നല്ല ഇവിടെ കേട്ടോ. ഓ, വെബ് സീരീസിലെ നായിക കൂട്ടുകിടത്തിയാൽ നിന്റെ അമ്മ ഉറങ്ങത്തുള്ളൂ. അങ്ങനെയൊന്നും വേണ്ട. കറക്റ്റ് 6 മണിക്ക് റിഹേഴ്സൽ എല്ലാരും പറഞ്ഞോ. ആണോ? അങ്ങനെ ആവട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ. ഇതെന്തുവാ? അല്ല, ഇത് വെച്ചോ. ഞാനാണല്ലോ ഇപ്പൊ എല്ലാം താങ്ങുന്നത് അല്ലേ? ആണോ? വാ പോവാ. ഷാജഹാൻ മുംതാസിന് ഈ സൗദം പണിയുന്ന പോലെ ഞാൻ നിനക്കൊരു സൗദം പണിയും. അവിടെ നീയും ഞാനും നമ്മുടെ മക്കളും പേരക്കുട്ടികളായിട്ട് കാലങ്ങളോളം അങ്ങനെ ജീവിക്കും. അതേ ഡയലോഗ് അതെങ്ങനെ ശരിയാ? ഇതിവിടെ ആരും ഇല്ല ഇത് കേട്ടോണ്ടിരിക്കും. ഈ നാടകത്തിൽ ഇങ്ങനെ ഡയലോഗ് ഇല്ല. ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഡയലോഗ് ഞങ്ങളുടെ ഡയലോഗ് അങ്ങനെ താജ്മഹലും മുംതാസും സൗദവും മറ്റേ പേരക്കുട്ടികളോ അതുണ്ട്. ഇത് എഴുതി അവിടെ വേണോ അണ്ണാ? അണ്ണാ വേണോ? എന്താടാ? സോറി കേട്ടോ, ചെറിയ മിസ്റ്റേക്ക് കിട്ടിയ പുള്ളി. അണ്ണാ ഡയലോഗ് പറ. അല്ല, നമ്മള് പാട്ട് കഴിഞ്ഞ ഒരു ഡയലോഗ്, മറ്റേ ഞാനും നീയും നമ്മളെ മക്കളും പേരക്കുട്ടികളായിട്ട് കാലങ്ങളോളം ഇങ്ങനെ ജീവിക്കും. ഈ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു ഡയലോഗ്, ഈ ഡയലോഗ് ഇങ്ങനെ നാടകത്തിൽ ഇങ്ങനെ ഡയലോഗ് ഉണ്ടോ സംവിധായക? നമ്മുടെ മക്കളോ? അത് ഇപ്പൊ കണ്ടേ ഉള്ളൂ, അതിനിടയ്ക്ക് മക്കളും പേരമക്കളും. അങ്ങനെയല്ല, നാടകമല്ല. അപ്പൊ കഥ ഞാൻ എഴുതിയ പോലെ നീ പറഞ്ഞ നീ സ്വന്തമായിട്ട് രചിക്കണ്ട. അത് തന്നെ പറയുമ്പോൾ അല്ലേ? ഒരു കാര്യം ചെയ്യ്, ഈ സീൻ ഇപ്പൊ വേണ്ട. ഇപ്പൊ ഈ സീൻ വേണ്ട.